ദീപയാണ്. ദീപയ്ക്ക് ഒരു കൈയടി കൊടുക്കണം പ്ലീസ്. ദീപയ്ക്ക് വിദേശത്ത് ജോലിക്ക് പോകാനുള്ളതായിരുന്നു. ഇത്രയും ദിവസം ഇവിടെ നിന്നു. ദീപ ഫൈറ്റ് ചെയ്തു. എന്റെ ദീപ ഇട്ടോ നിന്നെ അറസ്റ്റ് ചെയ്യാൻ കൂടില്ല. ഇതാണ് അമ്മ, ഇനി എന്താ അറിയോ, ഇനി ദീപയ്ക്ക് ദീപ അമ്മ മല്ലിക പ്രവീണൊക്കെ ഇട്ടോ. വേണ്ട, ഞാൻ ഇട്ടു ഇനി ഒരു കാര്യം കൂടെ. എന്താ അറിയോ, ദീപ ഇതേപോലെയാണ് കുട്ടിക്കൽ ജയേന്ദ്രന്റെ വൈഫ് സെറീന. ഞാൻ ദീപയോടും പറഞ്ഞു, ദീപ ചെയ്ത വലിയ കാര്യമാണ്. കാര്യം എന്താ അറിയോ, സാധാരണക്കാരെ പേടിച്ചു പോകും. ദീപ എന്ന് ധൈര്യപരിസരം പറഞ്ഞു, ഞങ്ങൾക്ക് നോട്ടീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇങ്ങനെ പറയുന്നില്ല. ശരി, ദീപ ധൈര്യപരിസരം കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ, ഈ ദീപയുടെ പേടി, ദീപയ്ക്ക് ഇപ്പം പേടിയില്ലേ, ഈ പേടിയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആരും ഒന്നും പറയരുത്, ഈ രണ്ട് പ്രധാന കാര്യങ്ങളെ കുറിച്ച് വേറെ ആരും ഒരു ക്യാമ്പയിൻ ചെയ്യരുത്. കാര്യം അവരുടെ ഇലക്ഷൻ പ്രചരണം അതായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു യഥാർത്ഥത്തിൽ ഇലക്ഷൻ ചർച്ച ചെയ്യേണ്ടത്. വിഷയം മാറ്റാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഇലക്ഷൻ ദിവസം എന്ന് പറയുകയാണ്, കൊന്നു തെള്ളുവെന്ന് പറഞ്ഞു. അപ്പൊ അതിനെതിരെ ഞാൻ പറയുമെന്നറിയാം. അപ്പൊ എന്താ, ഇലക്ഷൻ തീരുന്നവരകത്ത് കിടക്കണം. അപ്പോ ദീപയ്ക്ക് ഞാൻ ഇതായിട്ട് പറയില്ല, ദീപ എന്ന സാധാരണ സ്ത്രീയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഭീതിയാണ് ഭരണകൂടങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ നമ്മൾ മാത്രമല്ല. ഇനി ഒരു കാര്യം കൂടെ, ഇതേ ബന്ധമല്ല, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ചെയ്യണം. ഇനി ഒരു കാര്യം കൂടെ, ഞാൻ കോടതി പറഞ്ഞ വാദം എടുത്തു പറയുകയാണ്. ഞാനൊരു വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഒരു ഫൂൾസ് പാരഡൈസിൽ ജീവിക്കുന്ന സ്വപ്നജീവിയും അന്ധവിശ്വാസിയുമാണ്.